പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിലെ വകുപ്പുകളുടെ വീഴ്ച സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായി. പോലീസിനൊഴികെ മറ്റ് വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ADGP മനോജ് എബ്രഹാം അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. വനം, തദ്ദേശം, ഫയർഫോഴ്സ്, ജില്ലാ ഭരണകൂടം, എക്സ്പ്ലോസീവ്സ് തുടങ്ങിയ വകുപ്പുകളുടെ വീഴ്ചയാണ് ADGP മനോജ് എബ്രഹാം അന്വേഷിച്ചത്. ഇതിലാണ് പോലീസ് ഒഴികെ മറ്റു വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തിയത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് ഇതിൽ പോലീസിന്റെ കടുത്ത അനാസ്ഥ, പോലീസിന്റെ വീഴ്ച, അത് ശരിവെക്കുന്ന റിപ്പോർട്ടാണ് ADGP മനോജ് എബ്രഹാം നൽകിയിട്ടുള്ളത്. എന്തെല്ലാം പരാമർശങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്? തൃശൂർ പൂരം കലക്കൽ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട 3 അന്വേഷണമാണ്, അതായത് ത്രിതല അന്വേഷണമാണ് സംസ്ഥാനം പ്രഖ്യാപിച്ചത്. അതിൽ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൈംബ്രാഞ്ചാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഈ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ദേവസ്വങ്ങളടക്കം ആരോപണം ഉന്നയിച്ചത്. വനം വകുപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ, ചില അന്താരാഷ്ട്ര സംഘടനകൾ, ചില ഈ പടക്ക ലോബികൾ തുടങ്ങിയിട്ടുള്ള ഏജൻസികൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ചേർന്ന് ഗൂഢാലോചനയൊക്കെ നടത്തി എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ വകുപ്പുകളുടെ വീഴ്ച സംബന്ധിച്ച ഒരു പരിശോധന നടത്താൻ ADGP മനോജ് എബ്രഹാമിന് ചുമതല നൽകിയത്. നീലിമ എക്കോ അടിക്കുന്നുണ്ട്. അങ്ങനെ ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ADGP റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ നിലവിൽ ഈ വകുപ്പുകൾക്കൊന്നും, പോലീസ് ഒഴികെ ഉള്ള ഈ വകുപ്പുകൾക്കൊന്നും ഇത്തരത്തിലുള്ള യാതൊരു വീഴ്ചകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രത്യേകിച്ച് വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, എക്സ്പ്ലോസീവ് വിഭാഗം, അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം എന്നിങ്ങനെയുള്ള വകുപ്പുകൾക്കൊന്നും ഇത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ അവരുടെ പ്രശ്നങ്ങൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതോ ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 20ഓളം ശുപാർശകളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ശുപാർശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ്പ്ലോസീവ് വിഭാഗത്തിനുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പൂരം നടക്കുന്ന സമയത്ത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, എക്സ്പ്ലോസീവ് വിഭാഗത്തിലെയും അതോടൊപ്പം തന്നെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പോലെയുള്ള ഉദ്യോഗസ്ഥർ, അവർ ഈ പ്രദേശങ്ങളിൽ എത്താറില്ല എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. അതായത് പകരം ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം ദേവസ്വങ്ങളുടേത് മാത്രമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊഴിവാക്കണം. ഇത്തരം വെടിക്കെട്ടുകൾ നടക്കുന്ന സമയത്ത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകണം. അവരുടെ നിരീക്ഷണത്തിലായിരിക്കണം ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിയന്ത്രണങ്ങൾക്കുള്ളിൽ തുടരുക. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്തേണ്ടതുണ്ട്. ഇടുക്കി കുമളിയിൽ RSS പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് RSSന്റെയും വിവിധ ക്ഷേത്ര സംഘടനകളുടെയും നേതൃത്വത്തിൽ കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിഷേധിക്കുവാനും പ്രതിരോധിക്കുവാനും മുഴുവൻ ദേശസ്നേഹികളെയും ഞങ്ങൾ ഹാർദമായി ക്ഷണിക്കുകയാണ്. പോലീസ് നരനായാട്ടിനെതിരെ കുമളി CIയുടെ CPMന് വിടുപണി ചെയ്യുന്ന കുമളി CIയുടെ തെറ്റായ നടപടികളിൽ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, നിയമവും നീതിയും എല്ലാവർക്കും തുല്യമായി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPMന് വിടുപണി ചെയ്യുന്ന കുമളിയിലെ CI സുജിത്തിന് ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിക്കൊണ്ട് ഇതാ നൂറുകണക്കിന് സംഘ സ്വയം സേവകർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തെക്കാൾ മഹത്തരമെന്ന ആദർശം നെഞ്ചിലേറ്റിയ സംഘപ്രവർത്തകർക്കെതിരെ അന്യായമായി ജയിലിലടച്ച കിരാത നടപടികൾക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയെ പോലെ പ്രവർത്തിക്കുന്ന കുമളി SHOയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് നരാധമന്മാർക്ക് ഒത്താശ പാടുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ സംയുക്തമായി നടത്തുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഭാരത് മാതാ പ്രതിഷേധം, സംഘപരിവാർ പ്രതിഷേധം. ഭാരതനാടിനെ സംരക്ഷിക്കാൻ RSSും ദണ്ഡ പിടിച്ച 1000 യോദ്ധാക്കൾ പ്രതിഷേധത്തിൽ അണിചേരും. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഇരട്ട നീതി നടപ്പില്ല.
രാജ് നടപ്പാക്കാൻ പൊറുതി മുട്ടിയിരിക്കുന്നെങ്കിൽ ഞങ്ങളുടെ നേരെ പോരണ്ട. ആയിരം അഗ്നി പരീക്ഷകൾ അതിജീവിച്ചവരീ ഞങ്ങൾ. കുമളി പോലീസ് സ്റ്റേഷൻ വാഴും ഏമാൻ കേട്ടോളൂ. ഇടുക്കി കുമളിയിൽ RSS പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് RSSന്റെയും വിവിധ ക്ഷേത്ര സംഘടനകളുടെയും നേതൃത്വത്തിൽ കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് വരികയാണ്. പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിലെ വകുപ്പുകളുടെ വീഴ്ച സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായി. പോലീസിനൊഴികെ മറ്റ് വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. ADGP മനോജ് എബ്രഹാം അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി പ്രജിത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ ADGP മനോജ് എബ്രഹാമിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിലിമ, വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ കാതലായിട്ടുള്ള ഭാഗം. പ്രത്യേകിച്ച് ത്രിതല അന്വേഷണത്തിലെ ഒരു ഭാഗം മാത്രമാണ് ഇതോടെ പൂർത്തിയായത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എക്സ്പ്ലോസീവ് വകുപ്പിന് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് അല്ലെങ്കിൽ അതിലൊരു വീഴ്ചയുണ്ടാകുന്നു എന്നുള്ളൊരു ചൂണ്ടിക്കാട്ടലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ എന്തായാലും ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അത്തരം വിവരങ്ങൾ കൂടുതലായി ലഭ്യമാകുമ്പോൾ അത് കൂടുതലായി നൽകാൻ കഴിയും. എന്തായാലും ഈ എക്സ്പ്ലോസീവ് വിഭാഗവുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ടുകൾ നടക്കുമ്പോൾ അവിടെ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തൽ അദ്ദേഹം നടത്തുന്നുണ്ട്. അത് പലപ്പോഴും ദേവസ്വങ്ങൾക്ക് വിട്ടു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അനുമതി നൽകി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ സംവിധാനങ്ങൾക്കോ പിന്നീട് ഈ വെടിക്കെട്ടുമായിട്ടോ അവിടെ നടക്കുന്ന കാര്യങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും നിയന്ത്രണവുമില്ല. എല്ലാ നിയന്ത്രണങ്ങളും ദേവസ്വങ്ങളുടെ കയ്യിൽ മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അപ്പോൾ അതിന് ഒരു പരിഹാരം ഉണ്ടാകണം. ഇതോടൊപ്പം തന്നെ 20ഓളം നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ത്രിതല അന്വേഷണത്തിലെ ആദ്യ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റ് അന്വേഷണ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളും കൂടി ഇനി പൂർത്തിയാകേണ്ടതുണ്ട്. ആദ്യ റിപ്പോർട്ടിൽ ദേവസ്വങ്ങളൊക്കെ ആരോപിച്ചതുപോലെ വകുപ്പുകൾക്ക് വീഴ്ച വന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് അല്ലെങ്കിൽ ADGP മനോജ് എബ്രഹാമിന്റെ കണ്ടെത്തലായിട്ടുള്ളത്. ഒരുപക്ഷെ വെള്ളപൂശുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വിവിധ വകുപ്പുകളുടെ ഏകോപനക്കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പൂരം കലക്കാൻ അല്ലെങ്കിൽ പോലീസിന്റെ ചില നടപടികൾ പൂരം കലക്കുന്നതിന് കാരണമായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. ശ്രീരാമചന്ദ്രന്റെ പടമുള്ള കുടകൾ പോലും തടയുന്ന സാഹചര്യം ഉണ്ടായതാണ്. അത്തരത്തിൽ വലിയ വിമർശനം പോലീസിന് നേരെ ഉയർന്നതാണ്. അതിന്റെ തെളിവുകൾ ദൃശ്യങ്ങളായി തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്തായാലും പോലീസിന്റെ വീഴ്ചകൾ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ പുരോഗമിക്കുന്നു. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് കൂടി വരുമ്പോഴാണ് പൂർണ്ണമായും ഇതിന്റെ ഒരു ചിത്രം വ്യക്തമാവുക. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളൊക്കെ എണ്ണി പറഞ്ഞായിരിക്കുമോ ആ റിപ്പോർട്ട്, അതോ പോലീസിനെയും അന്നത്തെ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും ഒക്കെ സംരക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ പോകുമോ അല്ലെങ്കിൽ പോലീസ് പോകുമോ എന്നുള്ളതൊക്കെ ക്രൈംബ്രാഞ്ച് പോകുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതുമാണ്. നീലിമ. ആനന്ദ് പുത്തൂർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആനന്ദ്, ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസ് അവിടെ കാണിച്ചുകൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. അങ്കിത് അശോകൻ അവിടെ ചെയ്തു കൂട്ടിയത് എന്തെല്ലാമാണ്, ഈ ആചാര ലംഘനത്തിന് വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ADGP മനോജ് എബ്രഹാമിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ പോലീസിന് മാത്രമാണ് വീഴ്ച, മറ്റ് ഒരു വകുപ്പുകൾക്കും ഇതിൽ വീഴ്ചയില്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്? എന്തായാലും ഈ സർക്കാരിന്റെ വാദങ്ങളെല്ലാം പൊളിയുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നത നേതാക്കൾ പറഞ്ഞ കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ട്. അതായത് പൂരം കലങ്ങിയിട്ടില്ല, വെടിക്കെട്ട് അല്പസമയം വൈകുക മാത്രമാണ് ചെയ്തത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ആചാരങ്ങൾക്കൊന്നും പ്രശ്നം സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ പോലീസിനെതിരെ തന്നെയായിരുന്നു തുടക്കം മുതലേ ഇത്തരത്തിൽ ഒരു വലിയ വിമർശനം തിരുവമ്പാടി പാറമേക്കാവ് ദേശങ്ങളുടെയും മറ്റ് പൂരപ്രേമികളുടെയും ഭാഗത്തുനിന്നുണ്ടായത്. പോലീസിന് അനാവശ്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് പൂരം ഈ രീതിയിലേക്ക് വഷളാക്കുന്ന തലത്തിലേക്ക് എത്തിച്ചത് തന്നെയായിരുന്നു ഒരു ആരോപണം. പക്ഷേ ആ തുടക്കത്തിലെല്ലാം ഇതിനെ എതിർത്തെങ്കിലും പിന്നീട് ഇപ്പോൾ ഏതാണ്ട് ഒരു ADGP റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അത് തന്നെയാണ് പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള കൈകടത്തൽ തന്നെയാണ് പൂരം അലങ്കോലമാക്കിയത് എന്നുള്ള ഒരു തെളിഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല
ഈ തിരുവമ്പാടി ദേവസ്വം ഉൾപ്പെടെയുള്ളവർ, ആരോഗ്യ പ്രവർത്തകരാകട്ടെ എല്ലാവരും ഈ പോലീസിനെതിരെ തന്നെയാണ് മൊഴി കൊടുത്തിരുന്നതും പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ, അമിത നിയന്ത്രണങ്ങൾ തന്നെയാണ് പൂരത്തെ അലങ്കോലമാക്കിയതും പല കാര്യങ്ങളും വൈകിച്ചിലേക്ക് എത്തിച്ചതും എന്ന് തന്നെയായിരുന്നു ആരോപണം. അത് ഇപ്പോൾ ശരിവെക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് എന്തായാലും സർക്കാരിനെ സമർപ്പിച്ചിട്ടുള്ളത്. ഈ ത്രിതല അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായിട്ടുള്ള ഒരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. വേണ്ട രീതിയിലേക്ക് അന്വേഷണത്തിന്റെ ഒരു പുരോഗതി ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയവും പൊതുവെ ഉന്നയിച്ചിരുന്നെങ്കിൽ എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുക തന്നെയാണ്.